ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തികൾക്കും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന എല്ലാവരുടെ ആഗ്രഹമാണ് വളരെ ചെറിയ ടൈമിൽ വലിയ റിസൾട്ട് നേടുക എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിസൾട്ട് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫോളോ അപ്പ് പോലെയാണ് നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ പോലും കൃത്യമായിട്ട് നിങ്ങളുടെ ഫോളോ അപ്പ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാനായിട്ട് കാരണമാവുന്നത്. ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം, വർക്കൗട്ട്, ഡയറ്റ്, വാട്ടർ ഇൻടേക്ക്, കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ചെറിയ ടൈമിൽ വളരെ വലിയ റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് വളരെ കൃത്യമായിട്ട്, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട്, എത്ര കൃത്യമായിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നു അത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് ലഭിക്കാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എന്നുള്ളൊരു കണക്കല്ല. നിങ്ങൾ വളരെ കുറച്ച് പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പോലും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് വളരെ ചെറിയ ടൈമിൽ വളരെ വലിയ റിസൾട്ട് എടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. മനസ്സിലാക്കിയ കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ഫോളോ അപ്പിൽ അപ്ലൈ ചെയ്യുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് കൃത്യമായിട്ട് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറിനും ന്യൂട്രീഷൻ ഷേക്കാണ് യൂസ് ചെയ്യുന്നത്. രാവിലത്തെ ഷേക്കിനും അതുപോലത്തെ വൈകുന്നേരത്തെ ഡിന്നറും നമ്മൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കാലറി ആഡ് ആവുന്നുണ്ട്, അവിടെ കാലറി മാനേജ്മെന്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മുടെ ഉച്ചത്തെ ലഞ്ചാണ്. ലഞ്ചിന്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് കഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. മിക്ക ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് നോർമൽ ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിച്ച് ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കുന്നതാണ്. ഇതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഫുഡ് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വളരെയധികം ടയർഡിലോട്ട് പോകും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഉറക്കം വരും, നമ്മൾ പോയി കിടന്നു. ഈ ഒരു പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് അവിടെ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടെൻഡൻസി മാത്രമാണ് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് ഉച്ചത്തെ ഭക്ഷണം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വളരെ ചെറിയ ടൈമിൽ ലഭിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ചോറ്, അതല്ലെങ്കിൽ ചപ്പാത്തി. ചോറും ചപ്പാത്തി തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ല. വളരെ ചെറിയ കാലറി വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് കാലറി ആഡ് ആവുന്നുണ്ട്. ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ലഞ്ചിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ഐറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഐറ്റം നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് വളരെ ചെറിയ ടൈമിൽ നല്ല റിസൾട്ട് കിട്ടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ചില ആളുകൾക്ക് ചോറ് കഴിച്ചില്ലെങ്കിലും ചപ്പാത്തി കഴിച്ചില്ലെങ്കിലും ബോഡിക്ക് ഒരുപാട് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ചെല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്കും ഇനി പറയുന്ന ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പറയുന്ന ഐറ്റംസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചോറ് പോലെ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഐറ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടാവത്തില്ല. നമ്മുടെ വെയിറ്റ് ലോസ് വളരെ ഫാസ്റ്റ് നടക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്താണ് ഉച്ചയ്ക്ക് ചോറിനും ചപ്പാത്തിക്കും പകരം കഴിക്കേണ്ട ഐറ്റംസ് നോക്കി കഴിഞ്ഞാൽ മില്ലറ്റ്സ് ആണ്, ധാന്യങ്ങൾ. നമ്മൾ പണ്ട് കാലത്ത് ഒരുപാട് കഴിച്ചിരുന്ന സാധനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇത്തരത്തിലുള്ള ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കുന്നില്ല. മില്ലറ്റ് ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉച്ചത്തെ ലഞ്ച് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഹാപ്പി ആയിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉച്ചയ്ക്ക് മില്ലറ്റ്സ് നമ്മുടെ ലഞ്ചിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് വളരെയധികം കുറവ് കാലറി മാത്രമാണ് ശരീരത്തിലോട്ട് ആഡ് ആവുന്നത്. അതുപോലെ നമ്മുടെ വിശപ്പിനെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ മില്ലറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷൻ കണ്ടന്റ് ആണെങ്കിലും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷനും പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. ഡൈജസ്റ്റീവ് കാര്യങ്ങളെല്ലാം ഹെൽത്തി ആയിട്ട് നടക്കുന്നതാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ലഞ്ച് കൃത്യമായിട്ട് ഡൈജസ്റ്റീവ് ആയാൽ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ട് മില്ലറ്റ് ഐറ്റംസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മില്ലറ്റ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചോളം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, റാഗി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, തിന യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, വരക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അതുപോലെ തന്നെ ചാമരി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം മില്ലറ്റ് ഐറ്റംസിൽ വരുന്ന സാധനങ്ങളാണ്. ഈ പറയുന്ന ഐറ്റംസിലെല്ലാം തന്നെ വളരെയധികം ലോ കാലറിയാണ്, അതുപോലെ തന്നെ ഹൈ ന്യൂട്രീഷൻ വാല്യൂസും ഉണ്ട്. ഈ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ അളവിനെ ക്രമീകരിക്കാനും സാധിക്കുന്നതാണ്. മില്ലറ്റ്സിന്റെ അകത്ത് അധികമായിട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ ഫാസ്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡൈജഷൻ ട്രാക്കിനെ പ്രോപ്പറായി വയ്ക്കാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡൈജഷൻ ട്രാക്കിനെ പ്രോപ്പറായിട്ട് വെച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചോറും ചപ്പാത്തിക്കും വരാനായിട്ട് ഇത്തരത്തിലുള്ള മില്ലറ്റ് ഐറ്റംസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് ചോറ് ചപ്പാത്തി കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് വളരെയധികം വീക്ക് ആവുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. ഡെയിലി ബേസിൽ ചോറ് കഴിച്ചാലും ഡെയിലി ബേസിൽ ചപ്പാത്തി കഴിച്ചാലും നിങ്ങളുടെ ആരോഗ്യം നശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ചോറ് എന്ന ഭക്ഷണ പദാർത്ഥത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്ര കഴിച്ചാലും നമ്മുടെ വിശപ്പിനെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ചപ്പാത്തി ആണെങ്കിൽ പോലും അധികമായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്, നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് വരും, ഒരുപാട് കാലറി ആഡ് ആവുന്നതാണ്. അതുകൊണ്ട് ചോറ് ചപ്പാത്തി എന്നുള്ള ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് വെയിറ്റ് ലോസ് സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മില്ലറ്റ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ ചെറിയ ടൈമിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ റിസൾട്ട് ലഭിക്കാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. മില്ലറ്റ് ഐറ്റംസ് എങ്ങനെയാണ് വളരെ ലോ കാലറിയിൽ കുക്ക് ചെയ്യേണ്ടതെന്ന് ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഐഡിയ ലഭിക്കുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചോറ് ചപ്പാത്തി എന്നത് മാറ്റി നിർത്തി ഇത്തരത്തിലുള്ള ധാന്യവർഗ്ഗങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ റിസൾട്ട് ലഭിക്കുന്നതാണ്.
ചോറ് ചപ്പാത്തി ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർ മാത്രം നിങ്ങളുടെ കോച്ചിൻ്റെ ഗൈഡൻസോടുകൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പറഞ്ഞത്. ചില ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചില ആൾക്കാരുടെ ബോഡി ടൈപ്പ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾ കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി ശേഷം ഇത്തരത്തിലുള്ള ഐറ്റംസ് യൂസ് ചെയ്യുക. മില്ലറ്റ്സ് മാത്രം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ന്യൂട്രിഷേക്കും അതുപോലെ ഡിന്നറിനായിട്ട് ന്യൂട്രിഷേക്കും യൂസ് ചെയ്യുക. 1 ടൈം ഉച്ചയ്ക്ക് ലഞ്ചിന് മില്ലറ്റ്സ് യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കോച്ചിനോട് ചോദിക്കുക. കാര്യം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും നിങ്ങളുടെ ബോഡി ടൈപ്പ് നിങ്ങളുടെ കോച്ചിന് മാത്രമാണ് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോവുക. വെയിറ്റ് ലോസ് എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കാമെന്ന് മാത്രമുള്ളൂ കൃത്യമായ റിസൾട്ട് ലഭിക്കത്തില്ല. വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം, വർക്കൗട്ട്, ഡയറ്റ്, കോച്ചുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതിലുപരിയായിട്ട് കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ കുറച്ച് നാൾ ചെയ്തു കുറച്ച് നാൾ ചെയ്യാതിരിക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹെർബാലൈഫ് എന്നല്ല വേറെ ഏത് പ്രോഗ്രാം ചെയ്താലും റിസൾട്ട് ലഭിക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കുക, ഹെൽത്ത് റിക്കവർ ചെയ്യുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഹെർബാലൈഫ് ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സ് ബന്ധപ്പെടുന്ന സംശയം എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമുക്ക് റിപ്ലൈ തന്നായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.